സഭാതലത്തിൽ സഭയുടെ ആത്മീക വർധനവിനായി സഫലന്മാരാകുക. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ഗൃഹനിർമ്മാണം. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആത്മീക വർധനവ് എന്നുള്ളത് പൗലോസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മീക വർധനവ് ഉണ്ടാകണം. ഇങ്ങനെ മരവിച്ച് നിൽക്കരുത്, വളർച്ച മുരടിച്ചിങ്ങനെ നിൽക്കരുത്. അപ്പം അതുകൊണ്ട് നന്നായിട്ടൊരു വളർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അത് നമ്മുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് തീരട്ടെ. മാത്രമല്ല, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് എടുക്കാം. 3-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്ക് കഴിവായിട്ടില്ല. കഴിവ് ആവുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കഴിവ് വരാത്തതിൻ്റെ കാരണം നിങ്ങൾ ജഡീകന്മാരാണ്. അപ്പൊ ജഡീകത്വം ഏറുന്നതിനനുസരിച്ച് ആത്മീക വളർച്ച കുറയും. കർത്താവിൻ്റെ ദൂതന്മാര് കർത്താവിൻ്റെ ജനന സമയത്ത് പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം നിങ്ങളോട് സുവിശേഷിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഭയപ്പെടാതെ സന്തോഷിക്കണം. ഭയം ഏറിയാൽ സന്തോഷം ഉണ്ടാവില്ല. സന്തോഷം ഏറുമ്പോൾ ഭയം ഉണ്ടാവില്ല. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. സന്തോഷിക്കണമെങ്കിൽ ഭയം കളയണം. ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. ഇത് കൂടി നിന്നാൽ ഇത് കുറഞ്ഞു, ഇത് കൂടിയാൽ ഇവിടെ കുറയും. ജഡീകത്വം കൂടി നിന്നാൽ വളർച്ച ഇല്ലാതായിട്ട് കഴിവ് പോവും, ആത്മീകമായ കഴിവ് പോവും. ചില ആളുകൾക്കൊക്കെ നല്ല കഴിവുണ്ട്, പക്ഷേ വളർച്ചയില്ല. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ എത്രയോ പേരെ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് കഴിവാകണം. കാനാവിലെ ആ കല്യാണ വീട്ടില് പറഞ്ഞു, പഴകും തോറും വീര്യം കൂടുന്നതാണ് വീഞ്ഞ്, അല്ലേ? കാലം നോക്കിയാൽ നിങ്ങൾ വലിയ ആളുകളാവേണ്ടതാണ്, ഉപദേഷ്ടാക്കന്മാരൊക്കെ ആവേണ്ടതാണ്. പക്ഷെ പഴക്കം നോക്കിയപ്പോഴും വീഞ്ഞ് നന്നായിട്ടില്ല. വീഞ്ഞ് വളരെ ഇളപ്പമായിരിക്കുക. പഴകും തോറും നന്നാകുന്ന, വീര്യം കൂടുന്ന വീഞ്ഞിനെ പോലെയല്ല, ഇളപ്പമായിട്ട് വരുന്ന ഒരവസ്ഥ. ഭക്ഷണമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. എന്നിട്ട് പറയുകയാണ്, കഴിവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം ഇപ്പൊ കഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നത് ഇപ്പോഴും കഴിവായിട്ടില്ല, ഇപ്പോഴും കഴിവായിട്ടില്ല. ആത്മീകന്മാരോടെന്ന പോലെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതിനുള്ളത് നിങ്ങൾ നേടിയിട്ടില്ല. 1 തെസ്സലോനിക്കർ 4:1 നോക്കി. 1 തെസ്സലോനിക്കർ 4:1. ഒടുവിൽ സഹോദരന്മാരെ,
ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ചിലര് വിചാരിക്കും ഞങ്ങൾ നന്നായി നടക്കുന്നുണ്ടല്ലോ. ശരിയാണ്, നടക്കുന്നുണ്ടാവും. നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരണം. ഈ നടത്തത്തിനിടയ്ക്ക് മറ്റോ നോക്കിയിരിക്കുന്നുണ്ട്, ഇടക്കാല് വയ്ക്കാൻ വീഴ്ത്തിക്കളയും. ആ കാലൊന്ന് വഴുതാൻ കാത്തിരിക്കുന്ന ശത്രുവുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം, ഇനിയും വളരണം. വേറെയും കുറച്ച് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, അതാണ് കഷ്ടം. ഇന്നലെ നമ്മളൊരു തൃപ്തിയെക്കുറിച്ച് ചിന്തിച്ചു, പൗലോസിൻ്റെ തൃപ്തി. അത് വേറെ തൃപ്തിയാണ്. ഇവിടെ പറയുന്ന തൃപ്തി എന്നുണ്ടല്ലോ, വേറെ തൃപ്തിയാണ്. ആ തൃപ്തി എന്താണെന്ന് അറിയാമോ? ആത്മീകമായി അവർക്കുണ്ടായ തൃപ്തിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പോന്നവരാണ്, ഞങ്ങളൊക്കെ മോശക്കാരൊന്നുമല്ല, ഇനിയൊന്നുമില്ല. ആ തൃപ്തി പ്രശ്നമാണ്. രണ്ട് തൃപ്തിയുണ്ട്. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. തൃപ്തിപ്പെടാൻ പാടില്ല ഈ കാര്യത്തിൽ തൃപ്തിപ്പെടുക എന്ന് വെച്ചാൽ അവൻ്റെ വളർച്ച നിൽക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇനിയും അധികം വർദ്ധിച്ചു വരണം. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 22-ാം വാക്യം നോക്കിയേ. ലേവ്യ 27-22. തന്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ച മതി. അപ്പന്മാര് തന്ന കുറെ നിലമുണ്ട് നമ്മുടെ കയ്യിൽ, അവകാശ നിലം. നല്ല അപ്പന്മാരൊക്കെ ആണെങ്കിൽ ഇന്ന ആളുടെ മോനാന്നൊക്കെ പറയുമ്പോൾ പെണ്ണ് കിട്ടാനും ഒക്കെ എളുപ്പമാണ്. 3-ാം തലമുറ 4-ാം തലമുറ എന്നോടൊരാൾ പറഞ്ഞു, എൻ്റെ അപ്പാപ്പന് പേരിട്ടത് സായിപ്പാന്ന്. പറഞ്ഞതാ, എന്നോട് പറഞ്ഞതാ. ഭയങ്കര സംഭവമായി പോയി. അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ കുടുംബക്കാർ. പേരിട്ടത് അവകാശ നിലത്തിൽ അഭിരമിക്കുന്ന ആളുകൾ പാരമ്പര്യമായിട്ട് കിട്ടിയില്ലേ. സ്വത്തിൻ്റെ കാര്യം അല്ലാട്ടോ ഞാൻ പറയണത്. നമ്മുടെ പിതാക്കന്മാരുടെ പേരിലേ എനിക്കൊന്നുമില്ല, ഞാനൊന്നും വളർന്നിട്ടുമില്ല, പക്ഷെ ഞാൻ ഇന്നാളുടെ അവകാശ നിലം, അതിൽ ഉൾപ്പെടാത്ത സ്വയാർജിത നിലം വല്ലതും നിനക്കുണ്ടോ? നീ ആർജിച്ചിട്ടുള്ളത് വല്ലതും നിനക്കുണ്ടോ സ്വന്തമായിട്ടെന്ന് പറയാൻ? എ ഫീൽഡ് വിച്ച് ഹീ ഹാസ് ബോട്ട്. നീ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? നീ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? നീ എന്തെങ്കിലും കഴിവ് നേടിയിട്ടുണ്ടോ? വീണ്ടും ഞാൻ പറയുന്നു, ഭൂമി മേടിക്കുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകരുത്. ആത്മീകമായിട്ടാണ് ഞാൻ പറയുന്നത്. സ്വന്തമായി എന്തെങ്കിലും കഴിവ് നിനക്ക് ഇതുവരെ കഴിവായിട്ടില്ലല്ലോ. കൊരിന്ത്യരോട് പറയാണ്, കൃപാവരത്തിൽ നിങ്ങൾക്ക് സമ്പന്നതയുണ്ട്, ഒരു കൃപാവരത്തിനും കുറവില്ല. പലതുമുണ്ട്. പക്ഷേ കാലം നോക്കിയാൽ വളരേണ്ട വളർച്ച കാണുന്നില്ല, ഇപ്പോഴും ഇല്ല. ഈ അവകാശ നിലത്തിൽ കിടന്ന് അഭിരമിക്കുന്നതല്ല ശരി.
സ്വന്തമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കണം. അപ്പോൾ യാക്കോബിനെ ഉൽപ്പത്തി 32:10 നോക്കൂ. ഉൽപ്പത്തി 32:10 നോക്കൂ. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. വളർച്ച കണ്ടോ? ഒരു വടി മാത്രം കൈപ്പിടിച്ച് യോർദാൻ കടന്ന ആളാണ്. പോകുന്നത് നമുക്കറിയാം, രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടതാ. ഏശാവ് പറഞ്ഞു, അവനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് സ്വന്തം ചേട്ടൻ. ഏശാവാണെങ്കിൽ കാട്ടിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്ന ആളാണ് മൃഗങ്ങളോട്. അവൻ സമർത്ഥനാണ്, വേട്ടയിൽ സമർത്ഥൻ. അവൻ പറഞ്ഞതാണ്, അവനെ താപ്പ് കിട്ടി. അപ്പൻ്റെ സമയമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ, കാരണം അതുമാതിരി പണിയാണ് ചെയ്തു വെച്ചേക്കണത്. രാത്രിക്ക് രാത്രി വിട്ടതാ. ബേതേലിൽ വെച്ച് ദൈവത്തിനെ കണ്ടു. 28 കരിങ്കല്ല് തല വെച്ച് കിടന്നുറങ്ങി. അവിടെ വെച്ച് ദർശനം കണ്ടു. പിന്നെ കാൽ വെച്ചിടത്തൊക്കെ പിന്നെ അവൻ പ്രയാണം തുടർന്നു എന്ന് പിന്നെ വായിക്കുന്നത്. ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ആ യാത്ര ഇപ്പോൾ ഇവിടെ നിൽക്കണം. എവിടെയാണ്? ഒരു വലിയ കൂട്ടമായി തീർന്നു. വടി മാത്രം ഉണ്ടായിരുന്നു കയ്യിൽ. വളർച്ച അത് ഭൗതികമായ കാര്യമാണ്, അല്ലെന്നല്ല പറയാം. പക്ഷേ ഇതിനെ ആത്മീകമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു വളർച്ച, കട്ടിയുള്ള ആഹാരമൊക്കെ മനസ്സിലാവുന്ന ഒരു വളർച്ച. ഈ നിലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്വയാർജിതമായ നിലം മേടിച്ചിട്ട് 27-23 ലേവ്യ ഒന്ന് വായിച്ചു നോക്കി. ലേവ്യ 27:23. തൻ 22-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, സ്വയാർജിതമായ നിലം മേടിക്കണം. തൊട്ട് താഴെ വായിക്കുന്ന അതിൻ്റെ മതിപ്പ് വില ദൈവത്തിന് കൊടുക്കണം. വല്ലതും മനസ്സിലാവുണ്ടോ? ഈ കഴിവാകുമ്പോൾ ആ കഴിവ് ദൈവത്തിന് കൊടുക്കണം. വേണ്ട, അതിൻ്റെ ഒരു വീതെങ്കിലും ദൈവത്തിന് കൊടുക്കണം, സഭയ്ക്ക് കൊടുക്കണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി കൊടുക്കണം. പിന്നെ നീ നിന്റെ കുടുംബത്തിൻ്റെയും മക്കളുടെ കാര്യമൊക്കെ നോക്കിക്കോ. സ്വയം ആർജിച്ചെടുക്കണം. ആർജിച്ചെടുത്തതിൽ നിന്ന് ദൈവത്തിന് നീ കൊടുക്കണം. സഭയുടെ ആത്മീക വർധനവിനായി സഫലന്മാരാകാൻ ശ്രമിപ്പിൻ. ഒരാളുടെ ദഹനം എന്തോരം ഉണ്ടെന്ന് ഭക്ഷണക്രമം നോക്കിയാൽ അറിയാം. ആളുടെ വളർച്ച നോക്കിയാൽ അറിയാം. ഭക്ഷണക്രമം നോക്കിയാൽ മതി. ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന് വായിക്കണില്ല. ഈ കുട്ടീനെ നോക്കിയാൽ ആ കുട്ടി എന്താ കഴിക്കുക? മറ്റുള്ളവരെ സഹായം വേണം. പിന്നെ ഒരു പാത്രത്തിലിട്ട് കൊടുത്താൽ പെറുക്കി തിന്നാൻ തുടങ്ങും. നമ്മളൊക്കെ മക്കളെ വളർത്തിയിട്ടുള്ളവരാണ്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ കുറേശ്ശെ സ്വന്തമായിട്ട് കഴിക്കാനുള്ള ഒരു നിലയിലേക്ക് പടിപടിയായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാവും. ഭക്ഷണക്രമം നോക്കിയാൽ മതി. പക്ഷെ എന്നും പാല് കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ, ചോറ് പെറുക്കി തിന്ന പോലും ഇല്ല എന്ന് വെച്ചാൽ, കട്ടിയായുള്ള ഒരു ആഹാരം കഴിക്കാൻ മനസ്സില്ല എന്ന് വെച്ചാൽ,
അതാണ് അവിടെ സംഭവിച്ചത്. ഇവിടെ കട്ടിയായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിപാട് പുസ്തകമൊക്കെ കട്ടിയാണ്, ദാനിയേൽ പ്രവചനമൊക്കെ കട്ടിയാണ്, അതായിരിക്കും എന്നാണ് ചിലരുടെ വിചാരം. നമ്മളെങ്ങനെ വിചാരിച്ചേക്കണേ? അങ്ങനെ വിചാരിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്താ ഈ കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വംശാവലിയൊക്കെ ഭയങ്കര കട്ടിയാണ് അല്ലേ? എന്താ കട്ടിയായുള്ള ആഹാരം? എന്താ? ഏതാ ഈ പാല്? അപ്പോ ഈ കട്ടിയായുള്ള ആഹാരം പാല് എന്നൊക്കെ പറയുന്നത് 5:12 നോക്കിയാൽ, എബ്രായർ 5:12. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കോ, നമുക്ക് കട്ടിയായുള്ള ആഹാരം ഏതാണ് മനസ്സിലാക്കാം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളെ അതിന്റെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ, അവൻ ശിശുവല്ലോ. ശിശു. അതാണ് ഈ കട്ടിയായ ആഹാരം കഴിക്കാതെ പറ്റാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവര് ഈ ബാല്യചാബല്യങ്ങളുള്ള ആൾക്കാരാണ്. അത് കൊരിന്ത്യലേഖനത്തിലെ വിഷയം തന്നെയാണ്. മെച്യൂരിറ്റി വരുന്നില്ല, പക്വത വരുന്നില്ല, വളർച്ച ഉണ്ടാവുന്നില്ല. പിന്നെ അടുത്ത വാക്ക്, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരുമായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. പിന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ. 6-ാം അധ്യായം വായിച്ചു നോക്കിക്കോട്ടോ. നേരം പോവാണെന്ന് വിചാരിക്കണ്ടേ, കാര്യം പെട്ടെന്ന് മനസ്സിലാവും. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മനസ്സാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അടുത്ത വാക്ക്, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ പിന്നെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാവും. പിന്മാറിയാലുള്ള ഭവിഷ്യത്ത് മനസ്സിലാവും. കട്ടിയാവുമ്പോൾ ഉള്ള ഗുണാത ശിക്ഷകളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും, ഭയം കൂടുതലുണ്ടാവും. നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ കുറിച്ച് ഒരു സഭയിൽ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നായിരുന്നു. അപ്പോൾ ഈ പ്രസംഗിച്ച ആൾ പറഞ്ഞു, ഈ അടുത്ത നാളുകളിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ ചോദിക്കുക, അപ്പോൾ അതൊക്കെ സത്യമായിരുന്നൂലേ? പുള്ളിക്ക് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് വിശ്വാസം വേണ്ടത്. അതുവരെ ഇത് വിശ്വസിക്കണ്ടേ? ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ടത് വിശ്വസിക്കണ്ടേ? സ്പർജൻ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, തിമിംഗലം യോനേനെ വിഴുങ്ങി പിന്നെ ഛർദ്ദിച്ചു എന്നൊന്നും പറഞ്ഞ് എങ്ങനെ വിശ്വസിക്കും? സ്പർജൻ പറഞ്ഞു, തിമിംഗലം യോനേനല്ല, യോന തിമിംഗലത്തെ വിഴുങ്ങി എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിയായിട്ട് വിശ്വസിക്കും. ഭയം ഉണ്ടാവും. അതാണ് കട്ടിയുള്ള ആഹാരം. ദൈവത്തെ കൂടുതൽ ഭയപ്പെടും, പൂർണ്ണമായിട്ട് വിശ്വസിക്കും.
മാത്രമല്ല, കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ, സുവിശേഷങ്ങൾ, ഇത് മാത്രമല്ല അവർ വായിക്കുക. നേരത്തെ പറഞ്ഞ പോലെ എവിടേക്കൊക്കെ കടക്കും? ഉയരത്തിലുള്ളതിലേക്ക് കൂടുതൽ കടക്കും. ഭക്ഷണക്രമം നോക്കിയാൽ അറിയാം വളർച്ച. അപ്പൊ അതുകൊണ്ട് 1 കൊരിന്ത്യർ 2:6-7-8 വാക്യങ്ങൾ നോക്കിയേ. 1 കൊരിന്ത്യർ 2:6-7-8. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ പലതും ചെയ്യില്ലായിരുന്നു. കർത്താവിനെ ശരിക്കായി അറിഞ്ഞിരുന്നെങ്കിൽ. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് 2:10. 1 കൊരിന്ത്യർ 2:10 നോക്കിയേ. 1 കൊരിന്ത്യർ 2:10. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിന്റെ ആഴങ്ങൾ. ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുക. എന്തൊരു സുഖമെന്നറിയോ? ഒന്നൊന്നും അതിന്റെ രുചിയൊന്നും മനസ്സിലായാണ്ടല്ലോ. ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. റോമാലേഖനം 8-ാം 39-ാം വാക്യം നോക്കിയേ. റോമർ 8:39. ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 11:33 കൂടെ റോമാലേഖനം തന്നെ. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ദൈവത്തിന്റെ ആഴമേ. ആ ജ്ഞാനത്തിന്റെ, ധനത്തിന്റെ അപ്രമേയമായ ആഴം. ആ ആഴങ്ങൾ, ദൈവത്തിന്റെ ആഴങ്ങളിലേക്കുള്ള സഞ്ചാരം നമ്മൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. നമ്മൾ തീരത്തോട് ചേർന്ന് കിടന്ന് കുസ്തി പിടിക്കുകയാണ്. ആഴക്കടലിലേക്ക് ഇതുവരെ നാം തുഴയെറിഞ്ഞിട്ടില്ല. ആ ദൈവത്തിന്റെ ആഴമേ. നമ്മുടെ കർത്താവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലാക്കിയിട്ടില്ല. 1 കൊരിന്ത്യർ 4:7 നോക്കൂ. 1 കൊരിന്ത്യർ 4:7. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്. എന്തൊരു പെട്ടെന്നാണ് തൃപ്തന്മാരായി. ആഴത്തിലേക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ കരയ്ക്ക് നിന്നിട്ട് ഭയങ്കര സംതൃപ്തിയാണ്. ഭയങ്കര മേനി പറച്ചിലും. ഇതിൻ്റെ പേര് അഹങ്കാരം എന്നാണ്, അതിൻ്റെ മറുപേര്. എത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരാകുന്നു? ആത്മീക വർധനവിൻ്റെ മഹാസാധ്യതകൾ മുന്നിൽ നിൽക്കെ തൃപ്തിയടഞ്ഞ് നിങ്ങൾ നിൽക്കുന്നു. പൗലോസ് എപ്പോഴും പറഞ്ഞു, പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. ഏത് വളർച്ചയുടെ വാതിലും, ആത്മാക്കളെ നേടേണ്ട വാതിലും തുറന്നു കിട്ടിയാൽ
അതിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ നമ്മുടെ ഈ ക്ഷണത്തിൽ തൃപ്തന്മാരായി സമ്പന്നന്മാരായി പൗലോസിനെയൊക്കെ കൂടാതെ വാഴാനായി. അയാളൊക്കെ എന്ത് അങ്ങനെയൊക്കെ ആയി. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 18 വായിച്ചു, 1.5 കൊല്ലം സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത്. ഈ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ചിലപ്പോഴൊക്കെ പട്ടിണി കിടന്ന് ഉടുക്കാനില്ലാതെ സഭ ഉണ്ടാക്കിയ ആളാണ്. ഇപ്പം ആളെയും വേണ്ട. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. ഈ വാഴ്ചയ്ക്കുള്ള മോഹമാണ്, വാഴ്ചയ്ക്കുള്ള മോഹം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പീലാത്തോസിന്റെ പ്രശ്നമാണ്. നമ്മൾ പീലാത്തോസിന്റെ അനുഗാമികളാ ചില കാര്യത്തിൽ. കാരണം ഈ കസാര പോവാണ്ടിരിക്കാൻ എന്ത് പരിപാടി? കസാരയാണ് നോക്കാം. പീലാത്തോസിന് കാര്യമൊക്കെ മനസ്സിലായി, യേശുക്രിസ്തു നീതിമാനാന്ന്. പക്ഷെ പീലാത്തോസ് ജനത്തിന് തൃപ്തി വരുത്തുവാൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ജനത്തിനെ പണിക്കാൻ ഈ കസാര പോകും. ഈ ജനം പോയിട്ട് കൈസറോട് പറയും. എന്ത് പറയും? ഇയാളെ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കൈസർ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഈ സിംഹാസനത്തിൻ്റെ നെട്ടും ബോൾട്ടും ഇളകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു, കൈ കഴുകി. എന്നിട്ട് പറഞ്ഞ് അവനെ കൊണ്ടുപോയി ക്രൂശിക്കുന്നു. ആകെ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു നിലപാട്. വാഴ്ച മോഹം, വാഴ്ചയ്ക്കുള്ള മോഹം. എന്ത് വാഴ്ച? മാത്രമല്ല, വാഴണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. അത് പറഞ്ഞിട്ടേ മുമ്പോട്ട് പോകാം. 2 തിമോത്തിയോസ് 2:11 നോക്കിയേ. 2 തിമോത്തിയോസ് 2:11. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ശ്രദ്ധിച്ചോ? ഇവിടുത്തെ വാഴ്ചയൊക്കെ എത്ര നാളുണ്ടാവും? എന്ത് വാഴ്ചയാണ്? അവിടെ പറയുന്നത് എന്താ? സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. അവിടുത്തെ കാര്യം. ആ വാഴ്ച നിത്യവാഴ്ചയാണ്. സഹിച്ചാൽ അവിടെ വാഴാം. ഈ കത്തോലിക്കരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ഉപദേശമാണ് സഹനം. നമ്മൾ വിചാരിക്കുന്ന അതിൻ്റെ ആവശ്യമില്ല എന്നാ. ആരാ പറഞ്ഞു? അവർ വേറൊരു നിലയിൽ ഇതിനെ മനസ്സിലാക്കി. ഈ കുഷ്ഠരോഗികളെയൊക്കെ തേച്ച് കുളിപ്പിക്കണമെങ്കിൽ സഹനം ഇല്ലാണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുമോ? ഗ്രഹാം സ്റ്റെയിനും ഒക്കെ എന്താ ചെയ്തായിരുന്നത്? മദർ തെരേസ എന്താ ചെയ്തായിരുന്നത്? എന്ന് വെച്ചിട്ട് അവർ ദൈവവചനത്തിൻ്റെ വേറൊരു ഭാഗത്ത് അവർ സത്യത്തിലെത്തിയിട്ടില്ല. അതല്ല ഞാൻ പറയുന്നത്. അപ്പോ സഹനം, സഹിക്കുന്നു എങ്കിൽ എന്തു ചെയ്യും? വാഴണമെന്നാണ് ആഗ്രഹമെങ്കിൽ. ഇവിടുത്തെ കാര്യം വിട്ടേ, അവിടുത്തെ കാര്യം നോക്കി. അതാണ് ഈ കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ. അതാ മുകളിലേക്ക് നോക്കാനുള്ള. ഇവിടുത്തെ കാര്യമല്ല. പാല് കുടിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കാര്യം മാത്രം, അവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം കണങ്ങും. അവർക്ക് എപ്പോഴും അറ്റൻഷൻ വേണം. അവരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, ശ്രദ്ധിക്കണം. അവർക്കൊരു നോട്ടം തെറ്റി അപ്പം കണങ്ങും. അതാണ് കുട്ടികൾ. വാശി, പിണക്കം, അതൊക്കെ ഈ ശൈശവ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ വിട്ടിട്ട് അവിടുത്തെ കാര്യങ്ങളിലേക്ക് നോക്കിക്കോ. പാല് വിട്ടിട്ട് കട്ടിയായ ആഹാരങ്ങളിലേക്ക് പിടിച്ചോ. അതാണ്
നല്ലത്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. മാത്രമല്ല, പിന്നീട് നമ്മുടെ ക്ലോക്ക് മുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൃപാവരങ്ങളെ കുറിച്ചാണ് അല്ലേ? കൃപാവരങ്ങളെ കുറിച്ച് കുറച്ചു നേരം ഈ കൃപാവരങ്ങൾ എങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം, കൃപാവരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നേരത്തെ പലവട്ടം പറഞ്ഞല്ലോ, കൃപാവരങ്ങൾ ഒന്നിനും കുറവില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് കൃപാവരങ്ങൾ? അത് പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. എങ്കിലും വിഷയത്തോട് ബന്ധപ്പെട്ട് കുറച്ചു നേരം അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മളൊരു കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ ആ വിഷയങ്ങളിൽ ഏറെക്കുറെ ഒരു പൂർണ്ണത കിട്ടണമല്ലോ. എന്താണ് കൃപാവരം? എവിടെയൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ളത്? എത്ര എണ്ണം ഉണ്ട്? ആദ്യം പറഞ്ഞവർക്കൊരു സമ്മാനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സമ്മാനമൊന്നുമില്ല. എത്ര എണ്ണം ഉണ്ട്? കൃപാവരം എത്ര എണ്ണം ഉണ്ട്? എവിടെയത് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും അധികം ഇത് വായിച്ച് പഠിച്ചിട്ടുള്ളവരൊന്നും 12-ാം അധ്യായത്തിൽ അല്ലേ? 12-ാം അധ്യായത്തിൽ ഏത് വാക്യങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്? 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വിവിധ വരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ 9 കാര്യം പറഞ്ഞു. കൃപാവരങ്ങൾ എവിടെയൊക്കെയുള്ള എന്തൊക്കെയുള്ളതെന്ന് പറയാൻ നോട്ട് എഴുതുന്നവർക്കൊക്കെ സൗകര്യത്തിന് പറഞ്ഞു. 9 കാര്യം കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു. എന്താണ് കൃപാവരം? ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം, അതേ ആത്മാവിനാൽ വിശ്വാസം, രോഗശാന്തികളുടെ വരം, മറ്റൊരുവിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരുവിന് പലവിധ ഭാഷകൾ, മറ്റൊരുവിന് ഭാഷകളുടെ വ്യാഖ്യാനം. 9 കാര്യങ്ങളാണ്. ഇത് പകുത്ത് കൊടുക്കുന്നത് ആരാ? ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്ത് കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് പ്രസംഗിക്കാനുള്ള വരം കൊടുക്കുന്നതും ഒരാൾക്ക് ഇവിടെ പറയുന്ന മറ്റു വരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കൊടുക്കുന്നത് അവൻ നമ്മളോടും വിചാരം അസൂയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇത് ദൈവമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, ഇത് കിട്ടിയെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, എനിക്ക് ശുശ്രൂഷയ്ക്കുള്ള വര കിട്ടിയേ, ഇതൊരു കഷ്ടമാണ്. ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവ് ചെയ്ത ശുശ്രൂഷ, കാലൊക്കെ കഴുകുന്ന ശുശ്രൂഷയിൽ താണിറങ്ങിയിട്ടുള്ള ശുശ്രൂഷ, അതിഥി സൽക്കാരം പോലുള്ള ശുശ്രൂഷ കുറേ കഷ്ടപ്പാടാണ്. ഞാൻ ഉച്ചയ്ക്ക് ഇന്നലെയൊക്കെ ഊണ് കഴിച്ചപ്പോൾ അവിടെ എന്തോരം കറികളെ വെച്ചുണ്ടാക്കിയാണ് സൗകര്യം. എന്തോരു കഷ്ടപ്പാടാണ്. അപ്പോ അധ്വാനമുണ്ട് അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ എന്തിനാ എനിക്ക് അത് തന്നേ, എനിക്ക് എന്തിനാ ഇത് തന്നേ, അങ്ങനെയുള്ള ചോദ്യമൊന്നും ഇല്ല. എന്താണ് പിന്നെ ഉള്ളത്? എന്താണ് വേറെ എവിടെയാണ് കൃപാവരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? റോമാലേഖനം 12-ാം അധ്യായം. അവിടെയും 12 തന്നെയാട്ടാ, ഓർക്ക എളുപ്പമുണ്ട്. അവിടെ ഏതൊക്കെയാ? റോമർ 12-ന്റെ 6 മുതൽ 8 വരെ അല്ലേ? പ്രവചനം, ശുശ്രൂഷ, ഉപദേശിക്കുന്നവൻ, പ്രബോധിപ്പിക്കുന്നവൻ, ദാനം ചെയ്യുന്നവൻ, ഭരിക്കുന്നവൻ, കരുണ ചെയ്യുന്നവൻ. ഇനി എവിടെയാ പറഞ്ഞിട്ടുള്ളത് കൃപാവരങ്ങള്? വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തില് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതേതാ?
ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി. അപ്പോൾ 9 + 7 + 5 എത്രയുണ്ട്? അല്ല, 9 + 7 + 5 21. 21-ല് ചിലത് മൈനസ് ചെയ്യാനുണ്ട്. കാരണം ഈ 3 ലിസ്റ്റിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 2 എണ്ണെങ്കിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 21 - 2 = 19. പിന്നെ ഇതിനെ വീണ്ടും ഒന്നും കൂടി വർഗീകരിച്ചാൽ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, 19 കൃപാവരങ്ങളെങ്കിലും ഉണ്ട്. ഇനി 1 പത്രോസ് 4-ലും കൂടെ അത് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 4-ല് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കിയേ. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പേൻ. അപ്പൊ വിവിധമായിട്ടുള്ള ദൈവകൃപയാണ്, വിവിധമായിട്ടുള്ള കൃപ ഇതാണ്. അപ്പൊ നമ്മളെല്ലാവരും പ്രസംഗം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. ആകെ വിരസായി പോകും. ഈ ശരീരത്തിൽ ഈ കൈക്ക് അതിൻ്റെ മനോഹാരിതയുണ്ട്, ചെവിക്ക് അതിൻ്റെ മനോഹാരിതയുണ്ട്, കാലിന് അതിൻ്റെ മനോഹാരിതയുണ്ട്. വിവിധങ്ങളായ കൃപാവരങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, നാദഭേദമുണ്ട്. ആ വാക്ക് ഇവിടെ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നില്ലേ? നാദഭേദം വായിക്കുന്നില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ശബ്ദങ്ങളുണ്ട്, പല ആളുകളുണ്ട്. അതാണ് സംഗീതം. ഒറ്റ ഇൻസ്ട്രുമെന്റ് മാത്രമല്ല. ഈ നാദഭേദം കാണിക്കണം. പല കൃപാവരങ്ങൾ ഒരുമിച്ച് ചേർന്ന് സഭയുടെ ആത്മീക വർധനവിനായി സഫലന്മാരാകണം. അപ്പൊ വിവിധങ്ങളായിട്ടുള്ള കൃപാവരങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ഈ കൃപാവരങ്ങളിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കണ്ടെത്തി അതിനെ തിമോഥെയോസിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ തിമോഥെയോസിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തിമോഥെയോസിനോട് പറഞ്ഞത് എന്താണ്? നിന്നിലുള്ള കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ അതിനോട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ കൃപാവരം ജ്വലിപ്പിക്കണമെങ്കിൽ, കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞതുണ്ട്. കൃപാവരം ജ്വലിപ്പിക്കണമെങ്കിൽ പണിയുണ്ട്. വെറുതെ ജ്വലിക്കില്ല അത്. ചിലർ എനിക്ക് ഇന്ന കൃപാവരമുണ്ട്, പക്ഷെ എനിക്ക് അതിൽ വളരാൻ പറ്റിയില്ല. അത് ആരുടെ ഉത്തരവാദിത്ത? നിന്നിലുള്ള കൃപാവരം ഞാൻ ജ്വലിപ്പിക്കാമെന്ന് പൗലോസ് പറഞ്ഞോ? നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. വാക്യങ്ങൾ വായിക്കാം. 1 തിമോഥെയോസ് 4-12 വരെ നോക്കിയേ. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. കൃപാവരം എല്ലാവർക്കും ഉണ്ടല്ലോ. അതിൽ ജ്വലിപ്പിക്കാനുള്ള 4 സ്റ്റെപ്പ് ഞാനിപ്പോൾ പറയാം. വളരെ ശ്രദ്ധിച്ചിരുന്നു. ജ്വലിപ്പിക്കാൻ പറ്റും. ഒന്ന് ഇപ്പോൾ വായിച്ചു. വായനയിൽ ശ്രദ്ധിക്കുക. വായനയിൽ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ വായിക്കുന്നുണ്ടല്ലോ, അത് ദിവസം ഒരു അധ്യായം കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കണല്ലേ? പോരാ. ക്വിസിന് വായിക്കണല്ലേ? നല്ല കാര്യം. നല്ലോണം ശ്രദ്ധിച്ചോ, ഇനിയും വായിച്ചോ. വെറുതെ ചടങ്ങെത്തിക്ക് വായിക്കുകയല്ല, ശ്രദ്ധിച്ചു വായിച്ചോ.
വായനയിൽ ഉറച്ചിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ വായന കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പത്രങ്ങൾ വരുത്തിയായിരുന്ന പല വീടുകളിലും ഇപ്പോൾ പത്രങ്ങളില്ല. കാരണം ഇത് വായിക്കാൻ നേരമില്ല. ഇത് മൊബൈലിൽ ഓരോ നിമിഷം വരുന്നുണ്ട്, ടി വിയിലും കാണുന്നുണ്ട്. പിന്നെ എന്തിനു വായിക്കാൻ പോകണം? അതങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് വായിക്കല്ലാതെ വേറെ മാർഗമില്ല. ചിലർ പറയുന്ന കണ്ണ് പിടിക്കുന്നില്ല എന്നാണ്. വലിയ അക്ഷരമുള്ള ബൈബിൾ ഉണ്ടല്ലോ, കണ്ണടിയും മാറ്റാലോ, പറ്റുന്നിടത്തോളം വായിക്കാലോ. വായനയിൽ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. വായനയിൽ ശ്രദ്ധിക്കുമ്പോൾ എന്തുണ്ടാവുമെന്നറിയാമോ? 4:15-16 നോക്കി. 4:15-16. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് അഭിവൃദ്ധി ഉണ്ടാവും. നിന്റെ വായന, നിന്റെ അഭിവൃദ്ധി. നമ്മുടെ വണ്ടി നമ്മൾ തള്ളി ലീവിന് ആര് തള്ളാനാണ്? ആത്മീയമായ കാര്യത്തിൽ ഞാൻ പറയണേ. ആരും നിന്റെ വിരുദ് തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താണ്? വായന. നന്നായിട്ട് വായിക്കും. 2, അങ്ങനെ വായിക്കുമ്പോ നിനക്ക് എന്തുണ്ടാവും? അഭിവൃദ്ധി. ദൈവവചനം വായിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാവും. കേട്ടാ നന്മയുണ്ടാവും. ഉണ്ടാവോ? യെശയ്യാവ് 55:2 ഒന്ന് വായിച്ചു നോക്കി. യെശയ്യാവ് 55:2. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പേ. കേട്ട നന്മ ഉണ്ടാവോ? ബാക്കിയൊന്ന് ശ്രദ്ധിച്ചോ. ദൈവവചനം കേട്ടാ നന്മ ഉണ്ടാവോ? ബാക്കി ശ്രദ്ധിച്ച് പറയൂ. സഹോദരിമാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ മിണ്ടണില്ല. എന്താ ഉണ്ടാവോ? ശ്രദ്ധിച്ച് കേട്ടാ നന്മ ഉണ്ടാവോ? വാക്യം നോക്കിയിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞ, ശ്രദ്ധിച്ച് കേട്ടാ മതി. ഈ വചനത്തെ സൂക്ഷ്മമായി ഭയത്തോടെ കൈകാര്യം ചെയ്താൽ മതി, നന്മയുണ്ടാവും. ഞാനിപ്പോ ഈ മൈക്കിന്റെ മുന്നിൽ നിൽക്കണ എങ്ങനെയാ? എന്നെ നിർത്തുന്നത് ഈ ദൈവവചനല്ലേ? വേറെ എന്താണ്? അപ്പോ എന്താണ്? വായനയിൽ ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് കേട്ട് എന്ത് ചെയ്യുക? നന്മ അനുഭവിക്കുക. വായനയിൽ ശ്രദ്ധിക്കുക. നിന്റെ അഭിവൃദ്ധി സകല മനുഷ്യരും അറിയും. പിന്നെ വേറൊന്ന് നമുക്ക് കാണാനുള്ളത്, നിന്റെ കൃപാവരം എന്ത് ചെയ്യരുത്? 4:14-15 നോക്കിയേ. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞും കൊണ്ട് ഇത് എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും 1 തിമോഥെയോസ് 4:14-15 ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് കൃപാവരമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് നീ എന്ത് ചെയ്യണം? നിന്നിലുള്ള കൃപാവരം ഉണ്ടല്ലോ, അത് ഉപേക്ഷയായിട്ട് ഒരിക്കലും ഒരു നാളും വിചാരിക്കരുത്. മടുത്തു പോകരുത്. ദൈവം തന്നിട്ടുള്ള കൃപാവരാണ്. സഞ്ജു സാംസൺ ഈ അടുത്ത് വലിയ പേരാണ്.
കുറച്ച് ബോളിൽ നിന്നും കൂടുതൽ, ഞാൻ ഈ ക്രിക്കറ്റ് കളി കാണാറില്ല കേട്ടോ, എന്നാലും പത്രത്തിലൊക്കെ വായിച്ചു, അടിച്ച് സെഞ്ചുറിയൊക്കെ നേടി. അന്ന് കളിക്കുന്ന അന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി അടിച്ചു തീർത്ത അങ്ങനെയാണോ ആ ശേഷി നേടിയത്? അതിൻ്റെ തലേന്നും ആരും കാണാനില്ലാത്തപ്പോൾ എത്രയോ ഗ്രൗണ്ടുകളിൽ എത്രയോ മണിക്കൂർ പരിശീലിച്ചിട്ടാണ് അന്നത്തെ ഒരു ദിവസത്തിൽ സെഞ്ചുറി അടിച്ചത്. ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോവുക. കുറേ നമ്മുടെ സഹോദരന്മാർ തന്നെ ബ്രസീലിൻ്റെ മഞ്ഞ ബനിയനൊക്കെ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ഇട്ടേക്കണേ ഞാൻ കണ്ടു. ഭയങ്കര കാത്തിരിക്കുകയാണ് കേട്ടോ. വായനയും ഉണ്ടാവില്ല, പ്രാർത്ഥനയും ഉണ്ടാവില്ല, ഉറക്കം പോലും ഉണ്ടാവില്ല. നമ്മുടെ ആൾക്കാരുടെ കാര്യം പറയണം, ചെറുപ്പക്കാരൊക്കെ. ഈ ഗോളടിക്കുന്ന ആളുകളൊക്കെ അവർ പരിശീലിച്ചിട്ടാണ്. മാച്ചിൻ്റെ അന്നല്ല, ഇരുട്ടത്തും ഒറ്റയ്ക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രമല്ല, വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ലാത്തപ്പോഴും ആരും കാണാതെ മണിക്കൂറുകൾ പരിശീലനം. അങ്ങനെയാണ് ഗോളടിക്കുന്നത്. നിന്റെ കൃപാവരത്തെ ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. നീ അതിന്മേൽ വർക്ക് ചെയ്യണം, അതിന്മേൽ വർക്ക് ചെയ്യണം. അത് ഏതാണെന്നൊക്കെ തിരിച്ചറിവും ഭേദാഭേദമൊക്കെ നിനക്ക് ഈ വായനയിൽ നിന്ന് കിട്ടും. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, അതിനാണ് ഈ വായിക്കാൻ പറഞ്ഞേക്കണത്. ഗൈഡ് ലൈനൊക്കെ നിനക്കിത് തരും. തീരുമാനം എടുക്കാൻ കൃത്യമായ തീരുമാനം തരും. കൃപാവരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം. അതാ പറഞ്ഞ ഇനിയും അധികം എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. പിന്നെ നമ്മൾ കാണുന്നത് അങ്ങനെ പോകുമ്പോൾ 4-ാം അധ്യായം 16-ാം വാക്യം നോക്കിയേ. 4:16. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നിന്നെ തന്നെ സൂക്ഷിച്ചോണം. കൊരിന്ത്യലേഖനം 3, ഇന്നലെ ഒന്നും അധികം നേരമൊന്നും അത് പറഞ്ഞില്ല, പക്ഷെ അവിടെ പല വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ. ഓരോരുത്തൻ പണിയുന്ന പണി ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ, തന്നെത്താൻ ശോധന ചെയ്തു കൊള്ളട്ടെ. അതാണ് കൊരിന്ത്യലേഖനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിന്നെ തന്നെ നീ സൂക്ഷിച്ചോളൂ. അത് വേറെ ഒരാളുടെ ഉത്തരവാദിത്തമല്ല. നിന്നെ തന്നെ നീ സൂക്ഷിച്ചോളൂ. നിന്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിന്റെ പ്രസംഗം ഒരു കളിത്തമാശയാവും. അതാണ് അപ്പോസ്തലന്മാര് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു വന്നു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. പ്രസംഗം മാത്രം പോരാ, അതിനുള്ള പ്രാഗൽഭ്യം കൂടെ ഉണ്ടാവും. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം നോക്കിയേ. ഫിലിപ്പിയർ 3:13. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ സംഖ്യ ഓർത്തോ. 1. കൃപാവരം കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കൃപാവരത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ മേഖല ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മളൊരു എൻജിനീയറാണെന്ന് വിചാരിക്കുക, ഒരു ഡിസൈനറാണെന്ന് വിചാരിക്കുക, ഒരു ആർക്കിടെക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഭൗതികമായ കാര്യം കൂടെ പറഞ്ഞു. കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ പിന്നെ ബിലോ ആവറേജ് നമ്മൾ നിൽക്കരുത്.
ഒരു കാര്യത്തിൽ. നമ്മൾ എവിടേക്ക് പൊക്കോളണം? എവിടേക്ക് പൊക്കോളണം? ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോ, ഡോക്ടർ നിങ്ങളാവുമെങ്കിൽ ഈച്ചേനായിട്ടിരിക്കുന്ന ഡോക്ടർ ആവരുത്. ആളുകൾ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്ന ഡോക്ടറാവണം. നീ അതിൽ ഉറച്ചിരിക്കുക. ആത്മീയമായ കാര്യത്തിലും അങ്ങനെ തന്നെ. അതോടൊപ്പം തന്നെ നിന്റെ ആത്മീകമായ കാര്യങ്ങളും നിന്റെ കൃപാവരങ്ങളും നീ ശ്രദ്ധിച്ചോളുക. അപ്പൊ നിന്റെ വായന, പിന്നെ അവിടെ വേറെ അഭിവൃദ്ധി കൂടാണ്ട് വേറെ ഒരു വാക്കുണ്ട്, അഭ്യാസം. ഇല്ലേ? ഈ തിമോഥെയോസിന്റെ ലേഖനത്തിലുണ്ടല്ലോ, ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക. ഒന്ന് വായിക്കാമോ? അഭ്യാസം. ഈ അഭ്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം എന്തോ മോശപ്പെട്ട വാക്കാണെന്നാണ്. അവൻ ഭയങ്കര അഭ്യാസിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. മോശമായ അഭ്യാസമാണെങ്കിൽ അതങ്ങനെ, നല്ല അഭ്യാസമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, തഴക്കം വരിക. തഴക്കത്താൽ ഉള്ള തഴക്കമുള്ള ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുക. ബ്രൂസ്ലി പറഞ്ഞു, 1000 വ്യത്യസ്ത കിക്കുകൾ എടുക്കുന്നവന് എനിക്ക് ഭയമില്ല, ഒരേ കിക്ക് തന്നെ 1000 തവണ എടുക്കുന്നവനെയാണ് എനിക്ക് ഭയം. ഒരേ പഞ്ച്, ഒരൊറ്റ ലക്ഷ്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന്. അതാണ് പൗലോസിന്റെ മുദ്രാവാക്യം. ഞാൻ ആരാണെന്നും ഞാൻ എന്ത് ചെയ്യുന്നു എന്നുമുള്ള ബോധ്യം. പിമ്പിലുള്ളതിനെയൊക്കെ മറക്കുകയാണ്. പലരെയും ഭൂതകാലം വേട്ടയാടും. മുമ്പോട്ടാഞ്ഞ് എന്ത് ചെയ്യും? മുമ്പോട്ടാഞ്ഞ് സ്ട്രെയിനിങ് ഫോർവേഡ് എന്നാണ്. വളരെ സ്ട്രെയിൻ ഉണ്ട്, ഇല്ലെന്നല്ല. മുമ്പോട്ട് പോകാൻ ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. ആത്മീയമായ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പോരാട്ടമാണ്. അതാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വായനയിൽ ഉറച്ചിരിക്കുക, നിങ്ങളുടെ അഭ്യാസം, നിങ്ങളുടെ അഭിവൃദ്ധി, നിങ്ങളുടെ ജ്വലനം. വിളക്ക് കത്തിച്ചിട്ട് തട്ടിൻ്റെ അടി കൊണ്ട് വെക്കരുത്, പറയിൻ കീഴിൽ വെക്കരുത്. താലന്ത് എന്ന് പറയുന്നത് വിനിമയം ചെയ്യാനുള്ളതാണ്. അപ്പോ ഈ കൃപാവരങ്ങളെ ഒരിക്കലും ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഇനിയിപ്പോൾ ആരെങ്കിലും പരിഹസിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ നമ്മുടെ കൃപാവരാണെന്ന് ബോധ്യമുള്ള കാര്യത്തിൽ, ചെയ്യുന്ന കാര്യത്തിൽ പരിഹസിച്ചു എന്ന് വിചാരിക്കും. അടുത്തു പോകരുത്. നിങ്ങളുടെ കൃപാവരം ഒരിക്കലും എന്ത് ചെയ്യരുത്? ഉപേക്ഷയെ വിചാരിക്കരുത്. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനത്തിലല്ലേ നമ്മൾ വായിച്ചത്? ഈ ഫിലിപ്പിയ ലേഖനം അടുത്ത അധ്യായം 4-ാം അധ്യായം 6-ാം വാക്യം നോക്കി. 4-ന്റെ-6. പിന്നെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നു. ഈ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു ഒന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. എനിക്ക് 3-ാമത്തെ കൊച്ചു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തൃശ്ശൂർ വാര്യവീട് പെരുമ്പാവൂരാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ഒരു അപ്പച്ചൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ബസ്സിൽ പ്രസവിച്ചു എന്ത് കുട്ടിയാ? പെൺകുട്ടി. ഇതും പെണ്ണാണോ എന്ന് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അമ്മച്ചിയുടെ വിചാരം 3 പെൺപിള്ളേർ, ഇത് എങ്ങനെ? ഇത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. ആ കൊച്ചിപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുക. ഈ പറഞ്ഞ കൊച്ചു ദൈവം നടത്തുന്നേ.
ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ ആ ചെയ്തു പോയാൽ മതി, ആ കാര്യത്തിൽ ഞാൻ പോയാൽ മതി. പിന്നെ ഒന്നിനെ കുറിച്ചും ഞാൻ വിചാരപ്പെടണ്ട. കാരണം നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ അപ്പൊ ഈ ഒന്ന് തെരഞ്ഞെടുത്താല്, നമ്മളൊക്കെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു, പിന്നെ അതിൽ ഉറച്ചൂടെ? ഇങ്ങനെ ചെറിയാൻ സാറ് പറയാറുണ്ട്, ഊഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഊഞ്ഞാലും ഇരുത്തിയിട്ട് പിള്ളേരെയൊക്കെ നമ്മളൊന്ന് നല്ല ആട്ടിക്കൊടുത്താൽ കുറേ തവണ ഇങ്ങനെയൊക്കെ പോവും, കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും, പിന്നെ അത് പോകണമെങ്കിൽ ഒന്നും കൂടി തള്ളണം. ഊഞ്ഞാൽ വിശ്വാസികൾ തള്ളി ആട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അവരവിടെ നിന്ന് നിൽക്കുന്നു. സ്വന്തം എഞ്ചിനില്ല, സ്വന്തം കഴിവില്ല, സ്വന്തം വിശ്വാസമില്ല. ഊഞ്ഞാൽ. നിന്നിലുള്ള കൃപാവരം എന്ത് ചെയ്യരുത്? ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. അതിനെന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. അപ്പോ കൃപാവരങ്ങളുടെ മറ്റൊരു കാര്യം പിന്നെ നമ്മൾ അവിടെ കാണുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിലല്ലേ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ കൃപാവരങ്ങൾ പ്രാവർത്തികമാക്കുന്ന അധ്യായമാണ് ഏതധ്യായം? 14-ാം അധ്യായം. 14-ാം അധ്യായം, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളെയും വിശേഷാൽ പ്രവചന വരങ്ങളെയും വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞിട്ട് ഈ കൃപാവരങ്ങളെ പ്രാവർത്തികമാക്കുന്ന അധ്യായമാണ്. എന്നാൽ അതിനിടയ്ക്കൊരു അധ്യായമുണ്ട്, 13-ാം അധ്യായം. 12 കൃപാവരാണ്. കൃപാവരം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. 14 കൃപാവരം എങ്ങനെ പ്രയോഗിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. 13 അത് എങ്ങനെ പ്രയോഗിക്കണം എന്ന് പറയുന്നു. സ്നേഹത്തോടുകൂടെ അല്ലാതെ ഇതൊന്നും ഫലവത്തല്ല. 12-ാം അധ്യായത്തിൽ നിന്ന് 14-ലേക്ക് ഒരു ചാട്ടം ഇല്ല. 13 അവിടെ ഉണ്ട്, സ്നേഹം അവിടെ ഉണ്ട്. സ്നേഹമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തിനാലാണ്? സ്നേഹത്താലാണ്. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 1 കൊരിന്ത്യർ 8-ന്റെ 1 അവിടെ ചീർപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തന്നെ 8-ന്റെ 1 നമ്മൾ എന്താ വായിക്കുന്നത്? അതിന്റെ അവസാന ഭാഗം, അവസാനം സ്നേഹമോ ആത്മീക വർധനവ്. ആത്മീക വർധനവ് വരുത്തുന്നു. നേരത്തെ നമ്മൾ കണ്ടല്ലോ ഈ വർധനവ് വരുത്തുന്ന കാര്യമൊക്കെ. അത് സ്നേഹമാണ് വരുത്തുകയുള്ളൂ. ആത്മീക വർധനവ് വരുത്തണമെങ്കിൽ ഇത് സ്നേഹം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു മടുപ്പാണ്. ഇത് കേട്ട് മടുക്കല്ലോ. നമ്മൾ മടുത്തു എന്ന് വെച്ചിട്ട് ഇതിന്റെ പ്രാധാന്യം പോവില്ല. നമ്മളിത് ഏറ്റെടുക്കുന്നിടത്തോളം ദൈവാത്മാവ് നമ്മളിത് ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർ പറയണ സ്നേഹത്തെ കുറിച്ചായിരുന്നു. എൻ്റെ ദൈവമേ, മടുത്തു. സ്നേഹമൊന്നും ഇപ്പൊ ഇഷ്ടമുള്ള വിഷയമല്ല. കാരണം ഇതൊന്നും ഉണ്ടാവില്ല എന്നപ്പോൾ ആൾക്കാരുടെ വിചാരം. സ്നേഹം എന്ത് ചെയ്യണം? സ്നേഹമാണ് ഇവയിൽ വലിയതോ സ്നേഹം. ഏറ്റവും വലുത് സ്നേഹം തന്നെ. ആത്മീക വർധനവ് ഉണ്ടാകണമെങ്കിൽ എത്ര കൃപാവരം എത്ര പരിശീലിച്ചാലും സ്നേഹത്തോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടാനും ക്ഷമിക്കാനും കഴിയുന്നില്ലെങ്കിൽ വളർച്ച നേടാൻ സാധിക്കില്ല. സ്നേഹമാണ് അതിൻ്റെ വളം. സ്നേഹത്താൽ അല്ലാതെ അത് സാധിക്കില്ല ആത്മീക വർധനവ് നേടാനായിട്ട്. 8-ാം അധ്യായം 3-ാം വാക്യം നോക്കിയേ. ഇനി ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. മതി. ഈ വാക്കിന്റെ ഒക്കെ ഒരു തൂക്കം ഒന്ന് മനസ്സിലാക്കി. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു.
ഇറ്റ് ഈസ് നോട്ടഡ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുന്ന കാര്യം മാത്രമല്ല, ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്താ? ശപിക്കപ്പെട്ടവൻ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് കാര്യങ്ങളെ ചെയ്യാം, മനുഷ്യരോടുള്ള ബന്ധത്തിൽ മാത്രമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എവരോടും കൂടെ, അതിന് ക്ഷയമില്ല, അത് അക്ഷയമാണ്. അത് അക്ഷയമായ സ്നേഹമാണ് ദൈവത്തോടുള്ള സ്നേഹം. 2 ശമൂവേൽ 15:32 ഒന്ന് നോക്കിയേ. 2 ശമൂവേൽ 15:32. പിന്നെ ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, മതി, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നല്ല ഓർമ്മ. ദാവീദ് ശൗല് കൊല്ലാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. 3000 പേരെ വിട്ടേക്കാണ്. ശൗല് ജീവന് വേണ്ടി മലയുടെ മണ്ടയ്ക്കാണ്. രാജാവൊന്നുമല്ല, ജീവൻ തന്നെ അപകടത്തില്ല, പിന്നെ എന്ത് രാജാവ്? ശൗല് കൊല്ലാൻ വിട്ടേക്കുക, മലയുടെ മണ്ടയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ചിലർ മലകളിലും ഗുഹകളിലും ഒക്കെ അലഞ്ഞു നടന്നു എന്ന് വായിക്കുന്നില്ല. ഒരാൾ ദാവീദ അവിടെ ദൈവത്തെ ആരാധിച്ചു വന്നു എന്നാണ് നമ്മളിപ്പോൾ വായിച്ചത്. രാജാവായിരിക്കുമ്പോൾ മാത്രമല്ല, കാശ് പോക്കറ്റിൽ നിറച്ചുള്ളപ്പോൾ മാത്രമല്ല, പേഴ്സ് നിറഞ്ഞിരിക്കുമ്പോൾ മാത്രമല്ല, രോഗങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ മാത്രമല്ല, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തപ്പോൾ മാത്രമല്ല, അത് ആർക്കും പറ്റും. മുള്ളുകളുടെ ഇടയിൽ താമരയായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മുള്ളുകളുള്ളപ്പോൾ ആ സുഗന്ധം നമ്മളിൽ നിന്നുണ്ടാകും. കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കഷ്ടത്തിന്റെ സമയത്ത് അവൻ സ്തോത്രം പാടിയ ശേഷം അവരെല്ലാവരും കൂടെ ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. സ്തോത്രം പാടുക മാത്രമല്ല, സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ നോക്കാം. റോമാലേഖനം 7-ാം അധ്യായം എടുക്കാം. റോമാലേഖനം 7-ാം അധ്യായം. റോമാലേഖനം 7-ാം അധ്യായത്തില് അതിന്റെ 8-ാം വാക്യം നോക്കിയേ. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിച്ചു. അല്ല, സോറി 13-ാം അധ്യായം 8-ാം വാക്യം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അന്യോന്യം സ്നേഹിക്കുകയല്ലാതെ ആരോടും ഒന്നും എന്ത് ചെയ്യരുത്. അപ്പൊ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? പൈസ കടം മേടിക്കുന്നത് മാത്രമല്ല കടം. നമ്മൾ കടക്കാരാണ്. ഏത് കാര്യത്തില്? സ്നേഹം നമ്മൾ കൊടുക്കേണ്ടവരാണ്. ആകെപ്പാടെ കടന്നു കേട്ടാൽ നമുക്ക് ആകെപ്പാടെ ബാങ്ക് ലോണും അറിയാം, ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചേക്കണ വായ്പ അറിയാം. കടം വേറെയുണ്ട്. 13-ാം അധ്യായം വേറെ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. 7-ാം വാക്യം നോക്കിയേ. 13-ന്റെ 7. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഭയം കൊടുക്കേണ്ടവന് ഭയം കൊടുക്കണം, മാനം കൊടുക്കേണ്ടവന് മാനം കൊടുക്കണം. ഇതൊന്നും കടം വയ്ക്കരുത്. പൈസയുടെ കടമൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുത്തു വിട്ടാം. സ്വന്തം മാതാപിതാക്കളെയോ പ്രായമുള്ളവരെയോ
സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ മാനിക്കാതെ ജീവിച്ചാൽ ഈ കടം എപ്പോ എങ്ങനെ വീട്ടും? ഇതെങ്ങനെ വീട്ടുക? പൈസയാണെങ്കിൽ കൊടുത്തു വീട്ടാം. ഒരാളെ മാനം കൊടുക്കേണ്ടടുത്ത് മാനം കൊടുക്കാതെ അപമാനിച്ചാൽ, ഭയം കാണിക്കേണ്ടടുത്ത് ഭയം കാണിക്കാതെ അപമാനിച്ചാൽ പിന്നെ അതിനെന്താ പരിഹാരം? ഏതെങ്കിലും ഒരാളെ അപമാനിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് അവൻ്റെ കണ്ണീര് വീഴ്ത്തിയാൽ ആ കണ്ണീരിൻ്റെ വില എന്താ? ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരാളെ നശിപ്പിക്കാൻ നോക്കിയാൽ അതിന് കൊടുക്കേണ്ടുന്ന വില എത്രയാ? അതിന് എന്താ പരിഹാരം? മാനം കാണിക്കേണ്ടവന് മാനം, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. ഇനി കുട്ടികളുടെ കാര്യം എടുക്കാം. ചില കുട്ടികളെയൊക്കെ നമ്മൾ നാലാൾ കൂടുന്നെടുത്ത് വെച്ച് കുട്ടികളെ പരിഹസിച്ചാൽ, കുട്ടികളെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ ആ കുട്ടികളുടെ പ്രതികരണം നോക്കും. അവര് ഭയങ്കരമായിട്ട് കരയും, വാശി പിടിക്കും, നിലത്ത് കിടന്ന് ഉരുളും. കാരണം അവർ അപമാനിക്കപ്പെട്ടു. കുട്ടികളുടെ കാര്യം പറയണം. അവർക്ക് അവരുടെ മാന്യതയുണ്ട്, അവരുടെ വ്യക്തിത്വമുണ്ട്. ഇപ്പൊ കുറച്ചു നാൾ മുന്നേ ഒരു മോൻ അച്ഛൻ ജയിച്ചു ഞാൻ തോറ്റു എന്ന് പറഞ്ഞ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു. അവൻ ഡോക്ടറായിരുന്നു. കാരണം ഇവന്റെ അപ്പൻ അത്രമാത്രം ഈഗോയുള്ളൊരു മനുഷ്യനായിരുന്നു. വായിച്ചില്ലേ പേപ്പറിലൊക്കെ? ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ അവനെ അകാരണമായി അവനെ, അങ്ങനെയുള്ള അപ്പന്മാരും ഉണ്ട്, പീഡിപ്പിക്കുക മീൻസ് അവനെ വേദനിപ്പിക്കുക, അവനോട് മൃഗീയമായിട്ട് ഇടപെടുക. അവന് ജനിച്ചപ്പം മുതൽ ഇത് അനുഭവിക്കുകയാണ്. അവസാനം അവൻ പഠിച്ചൊക്കെ ഡോക്ടറായി. പക്ഷെ അവൻ്റെ ആ വിഷമം അവനെ ഭരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി. ചാകുന്നേക്കാൾ മുമ്പ് ഒരു തുണ്ട് കടലാസിൽ എഴുതി വെച്ചു, അച്ഛൻ ജയിച്ചു ഞാൻ തോറ്റു. വായിച്ചില്ലേ അത്? വായിച്ചാ? കുറച്ച് നാൾ മുന്നേ. അങ്ങനെ എത്ര കേസ്. എല്ലാവർക്കും ഭയമായുള്ളത് കൊടുപ്പിൻ. മാനം കൊടുക്കേണ്ടവന് മാനം. അന്യോന്യം സ്നേഹിക്കുക എന്നല്ലാതെ ആരോടും ഒന്നിനും സ്നേഹം ഒരു കടമാണ്. പിന്നെ പൗലോസ് കടം പറഞ്ഞേക്കണേ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ. അതും ഈ അധ്യായത്തിൽ, ഈ ലേഖനത്തിൽ ഒരുപാടുണ്ട്. അതൊരു കട. ഈ സുവിശേഷത്തിന് പങ്കാളിയാവുക. സുവിശേഷത്തിന്റെ മുന്നിൽ നമ്മളാരാ? കടക്കാരാണ്. മറ്റൊരു കടാണ്, വീട്ടാനുള്ളൊരു കടാണ്. ഒന്ന് സ്നേഹക്കട. അത് സൈലന്റ് ആക്കിയാൽ മതി, കുഴപ്പമില്ല, മറന്നാവും. എനിക്കും നേരത്തെ പറ്റിയത്. അവസാനിപ്പിക്കാൻ പോവാ, 5 മിനിറ്റിനുള്ളിൽ അവസാനം. ഒന്ന് സ്നേഹക്കടം, ഒന്ന് സുവിശേഷം. അതൊരു കടാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതാണ് പൗലോസ് പറഞ്ഞ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഈ കടങ്ങളാണ് വീട്ടാൻ നമ്മുടെ മുന്നിലുള്ളത്. ഈ കടം നമ്മൾ വീട്ടണം. ആരെങ്കിലും സ്നേഹിക്കാൻ കടംപെട്ടവരെ സ്നേഹിക്കാതെ അത് കടം വെച്ച് പലിശ കൂടി നിന്നെ കൊണ്ട് നിന്നെ അടച്ചു തീർക്കാൻ പറ്റില്ല. നീ എണ്ണം മരിക്കാന്ന് നിനക്കറിയോ? ആർക്കറിയും? ആരുടെ കാര്യം ആർക്കറിയാം? നീ ഇത് എന്ന് കൊടുത്തിട്ട് മരിക്കാൻ പറ്റുമോ? അപരിഹാരമായൊരു നഷ്ടം വരുന്നതിന് മുമ്പ് മാനം വേണ്ടവർക്ക് മാനവും, സ്നേഹം വേണ്ടവർക്ക് സ്നേഹവും, ബഹുമാനം വേണ്ടവർക്ക് ബഹുമാനമൊക്കെ കൊടുത്ത് ഉള്ള നാൾ ജീവിച്ചോ. ഇവിടെ
കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. 13-ാം അധ്യായത്തിൽ ഇതെല്ലാം പൊറുക്കുന്നതാണ്, ഇതെല്ലാം സഹിക്കുന്നതാണ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കും, സ്പർദ്ധിക്കില്ല, നെഗളിക്കില്ല, ചീർക്കില്ല, അയോഗ്യമായി നടക്കില്ല, സ്വാർത്ഥം അന്വേഷിക്കില്ല, ദേഷ്യപ്പെടില്ല. എല്ലാം സഹിക്കും. ഇതാണ് സ്നേഹം. ഈ സ്നേഹമാണോ കേട്ടിട്ടും മടുത്തു എന്ന് പറയണത്? ഇതാണോ ബോറടിപ്പിക്കുന്ന വിഷയം? സ്നേഹത്തെ പറ്റി കേൾക്കുമ്പോൾ ബോറടിക്കുമോ? ബോറടിക്കാൻ പാടില്ല. കാരണം ഇതാണ് സ്നേഹം. യഥാർത്ഥ സ്നേഹം ഇതാണ്. ഈ സ്നേഹത്തിന് നാം കടംപെട്ടവരാണ്. കൃപാവരങ്ങൾ പോലും നമുക്ക് അതിൽ വളർച്ചയുണ്ടാകണമെങ്കിൽ ഈ സ്നേഹം കടം നാം വീട്ടണം. സുവിശേഷത്തിന് പങ്കാളിയാകേണ്ടതിനെന്ന് പൗലോസ് പറയുന്നത്, സുവിശേഷത്തോട് ചേർന്ന് നിൽക്കണം. ഈ കടം നമ്മൾ വീട്ടണം. 1 കൊരിന്ത്യർ 15 പുനരുദ്ധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് വായിക്കാണ്ട് നമ്മുടെ ഒരു ശവടക്കം നടക്കാറില്ല. 15-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാണ്ട്. അതെ, നമ്മുടെ ശവടക്കിനെ ഓർപ്പിക്കുന്നതാണ് പുനരുദ്ധാനം. നമ്മൾ മരിക്കുമെന്ന് ഓർപ്പിക്കുന്നതാണെന്ന്. അത് പറയാൻ ഇനി സമയമില്ല. ആ പുനരുദ്ധാനം പ്രാപിക്കാനുള്ളവരാണ് നാം. എന്ന് വെച്ചാൽ നാം മരിക്കാൻ ഉള്ളവരാണ്. നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ളവരാണ്. അവിടെയാണ് നമുക്കുള്ള പ്രതിഫലം ഉള്ളത്. അതുകൊണ്ട് പുനരുദ്ധാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് പുനരുദ്ധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 തെസ്സലോനിക്കർ 4:14 കൂടി വായിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. 1 തെസ്സലോനിക്കർ 4:14. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അങ്ങനെ തന്നെ. ഇന്നലെ നമ്മളൊരു അങ്ങനെ തന്നെ കണ്ടതാണ്. 1 യോഹന്നാൻ 3:1. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, അങ്ങനെ തന്നെ നാം. ഇപ്പോൾ മറ്റൊരു അങ്ങനെ തന്നെ ദൈവമക്കളാകുന്ന നാം മരിക്കുമ്പോൾ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നാം ഉയർക്കും. അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. അതേ ശക്തി വ്യാപരിക്കും. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അനുഗ്രഹീതമായ ജീവസുറ്റ പ്രത്യാശയാണ്. 1 കൊരിന്ത്യർ 15 അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ പ്രിയരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉറപ്പായിരിക്കുന്നവർ, നല്ല ഉറപ്പുള്ളവർ, കുലുങ്ങാത്തവർ. പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ടാണ് പറയുന്നത്. ഈ പുനരുദ്ധാനം നമുക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നാം പരാജിതരല്ല, പരാജയപ്പെടുകയുമില്ല. ജയം നമ്മുടേതാണ്. നാം ജയിക്കും.
അതുകൊണ്ട് ജയാളികളായി ഈ ഭൂമിയിലും ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സഭയോടും നിങ്ങളോടോ ഏവരോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന ദൈവം അനുവദിച്ചാൽ ഇന്ന് തന്നെ മടങ്ങി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. യാത്രാക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഓർക്കണം. അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം ചെയ്യാം.